ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് മുരിങ്ങക്കായും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു സൂപ്പർ വെറൈറ്റി രുചിയുള്ള കറിയാണ്. പരിപ്പ് മുരിങ്ങക്കായും പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ മുരിങ്ങക്കായ ഇങ്ങനെ തോലൊക്കെ പോക്കിയതിന് ശേഷം നീളത്തിൽ മുറിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 സ്പൂൺ ചോറ് വെക്കുന്ന മട്ടയരി ചേർക്കാം. എന്നിട്ട് 2 സ്പൂൺ മല്ലിയും കുറച്ച് മുളകും വറ്റൽമുളകും ചേർത്ത് ഇളക്കാം. ഏതാണ്ട് 7ഓളം വറ്റൽമുളകാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. നമുക്കിതൊക്കെ വറുത്തതിന് ശേഷം കോരിയെടുക്കാം. കറി ഉണ്ടാക്കാനായി മറ്റൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ആ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് ബാക്കി പോരായികളുള്ള കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 2 വലിയ ഉള്ളി ഞാനിവിടെ അരിഞ്ഞിട്ടുണ്ട്. അതും ഒരു തക്കാളിയും ഇട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. കൂടാതെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് മാത്രം ചേർത്താൽ മതിയാകും. നമ്മളിങ്ങനെ ഒരു മസാല ഉണ്ടാക്കുന്നത് കറിക്ക് ഒരു മുഴുപ്പ് കൂടാൻ വേണ്ടിയും ഒരു രുചിക്കും വേണ്ടിയാണ്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തക്കാളിയും ഉള്ളിയും ഇപ്പോൾ ഏകദേശം വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച മുരിങ്ങക്കായ ഇടാം. കൂടാതെ ഞാൻ ഇതിലേക്ക് കുറച്ച് മാങ്ങ കഷ്ണങ്ങളും ചേർക്കുന്നുണ്ട്. ആ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ഈ മുരിങ്ങക്കായ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് അരച്ചു വെച്ച മസാല ചേർക്കാം. മസാല കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇത് ഇങ്ങനെ തന്നെ കറിയിലേക്കിടാം. ഇപ്പോൾ കറി നല്ല മുഴുപ്പ് ആയിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. കറി ഇനി നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം. ഇതിലേക്ക് താളിക്കാൻ വേണ്ട ഒരു മസാല തയ്യാറാക്കാം. അതിനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിടുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ച് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് 4-5 എണ്ണം ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നമ്മുടെ താളിപ്പിന് വേണ്ട മസാല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇറക്കി വെക്കാം. നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. ചൂടോടെ തന്നെ ഇത് ഒഴിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം മൂടി വെക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചിയുള്ളൊരു പച്ചക്കറിയാണിത്. വളരെ രുചിയുള്ള ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇവിടെ സമാപിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.